നമസ്കാരം. ഇന്ത്യ എന്നത് ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിലും കേരളത്തിൽ മാത്രം പലർക്കും പല നിയമമാണ്. അതിൽ CPM-ന് വേണ്ടി പ്രത്യേകമായി ചില നിയമങ്ങൾ കൂടെയുണ്ട്. അത് തെളിയിക്കുന്നതാണ് നമ്മുടെ തിരുവനന്തപുരം മേയറിന്റെ നടപടിക്രമങ്ങൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വഴുതക്കാട് പാസ്പോർട്ട് ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാരന് മേയറുടെ അധികാര ദുർവിനിയോഗത്തെ തുടർന്ന് ജോലി നഷ്ടമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നോ പാർക്കിംഗ് മേഖലയിൽ മേയറുടെ വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് ജീവനക്കാരനായ ചന്ദ്രബാബുവിന് ജോലി നഷ്ടപ്പെടുകയായിരുന്നു. അന്ന് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമ്പോൾ മേയർ പറഞ്ഞത് പ്രോട്ടോകോൾ അറിയില്ലേ എന്നായിരുന്നു. എന്നുവെച്ചാൽ അധികാരമുണ്ടെങ്കിൽ ഇന്നാട്ടിൽ നിയമം തന്റെ കയ്യിലായിരിക്കുമെന്ന് ഒരുതരം ഓർമ്മപ്പെടുത്തൽ. പ്രോട്ടോകോൾ അറിയില്ലേ എന്ന് പറഞ്ഞ് ജോലിയിൽ നിന്ന് ആ സെക്യൂരിറ്റി ജീവനക്കാരനെ പിരിച്ചുവിട്ട അതേ മേയറമ്മ തന്നെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പാളയം റോഡിൽ പൊതുജനം നോക്കി നിൽക്കെ തന്നെ മേയറമ്മ മെനഞ്ഞ് പട്ടി ഷോ കാണിച്ചതെന്ന് ഓർക്കണം. എന്നുവെച്ചാൽ തെളിവുകളോടെ മേയറമ്മ നിയമലംഘനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇരട്ട നിയമലംഘനമാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഭരണം കൈയാളുന്ന ജനങ്ങളെ നേർവഴിക്ക് നടത്തേണ്ടുന്ന ഇക്കൂട്ടരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ സാധാരണക്കാരന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നതും ചിന്തിക്കണം. എന്തായാലും ട്രാഫിക് നിയമലംഘനം നടത്തി ഒരു സാധാരണക്കാരനായി അധ്വാനിക്കാൻ മനസ്സുള്ള തൊഴിലാളിയെ മേയറും കൂട്ടരും വിടാതെ പിന്തുടരുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനാകാത്ത സാഹചര്യത്തിൽ മേയറുടെ തനിരൂപം പുറത്തു കൊണ്ടുവരണമെന്ന് ആ സെക്യൂരിറ്റി ജീവനക്കാരൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ തനിക്ക് നേരെ നടന്ന അതിക്രമം അദ്ദേഹം ഇപ്പോൾ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവിനുമെതിരെയാണ് സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബാബു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇരുവരുടെയും പെരുമാറ്റത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട പരാതിയാണ് ആ മധ്യവയസ്കൻ നൽകിയിരിക്കുന്നത്. വഴുതക്കാട് പാസ്പോർട്ട് ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് മേയറുടെ അധികാര ദുർവിനിയോഗത്തിന് തുടർന്ന് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന റിപ്പോർട്ട് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. നോ പാർക്കിംഗ് മേഖലയിൽ മേയറുടെ വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് ജീവനക്കാരനായ ചന്ദ്രബാബുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. വഴുതക്കാട്ടെ പാസ്പോർട്ട് ഓഫീസിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെത്തിയ മേയർ ആര്യ രാജേന്ദ്രൻ വാഹനം അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറയുകയുണ്ടായി. സാധാരണഗതിയിൽ കെയർടേക്കറുടെ ഭാഗത്തു നിന്നും നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ അന്യവാഹനങ്ങൾ കടത്തി വിടുകയുള്ളൂ എന്നതാണ് നിയമം. ആളറിഞ്ഞിട്ട് പാർക്കിങ്ങിലേക്ക് വാഹനം മാറ്റണമെന്ന് പറഞ്ഞത് മേയർക്കും സച്ചിൻ ദേവിനും ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രോട്ടോകോൾ അറിയില്ലേ എന്ന് മേയർ അപ്പോൾ ചോദിച്ചു. സാധാരണ ഒരു സെക്യൂരിറ്റിക്കാരനായ താൻ എന്തിനാണ് മാഡം പ്രോട്ടോകോൾ അറിയില്ലേ എന്ന് തിരിച്ചു ചോദിച്ചതെന്നാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. തുടർന്ന് വാഹനത്തിലെ ഡ്രൈവർ വണ്ടി അകത്തേക്ക് കൊണ്ടുപോയി. സച്ചിൻ ദേവ് മടങ്ങി വന്ന ശരിയാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ മേയർ പാസ്പോർട്ട് ഓഫീസറോട് ബഹളം വയ്ക്കുകയും പരാതി പറയുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് കെട്ടിടത്തിന്റെ ഉടമസ്ഥരായ പള്ളിയിലെ അച്ഛനെ കാര്യം അറിയിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. 10 മിനിറ്റിനകം ചന്ദ്രബാബുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. അതായത് മേയർക്കെതിരെ സംസാരിക്കാൻ നിൽക്കുന്നവരെയെല്ലാം നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കും എന്ന് മേയർ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. ഇതേ നടപടി തന്നെയാണ് ഇപ്പോൾ ഡ്രൈവർ യദുവിനെതിരെയും നടന്നിരിക്കുന്നത്.